ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ വചനം പ്രഘോഷം കേൾക്കുവാനായിട്ട് എപ്പോഴും ആളുകൾ ഓടിക്കൂടുമായിരുന്നു. ഒരിക്കലും ആളുകൾ ഓടിക്കൂടി ഒത്തിരി സമയം ഇരുന്നു, അത് ഒത്തിരി അങ്ങ് ദീർഘിച്ചു പോയി, ആളുകൾ അവശരായി തീരുക. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുവിൻ. അവരെ ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? അവർ പറയുന്നുണ്ട്, 5 അപ്പത്തെക്കുറിച്ചും 2 മീനിനെക്കുറിച്ചും പറയുക. അത് കൊണ്ടുവരാൻ പറയുന്നു. അത് വാഴ്ത്തി വിഭജിച്ച് ഈശോ മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിക്കുക. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. വചനം ഇങ്ങനെ പറയുക, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 42-ാം തിരുവചനം. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. വലിയൊരു പ്രതിസന്ധി അവരുണ്ടായിരുന്നത്. വിശന്നിരിക്കുന്ന അവശരായിരിക്കുന്ന ജനങ്ങൾ, ഇവിടെ വചനം പറയുകയാണ്, അവരെല്ലാവരും ഭക്ഷിച്ചു. വെറുതെ ഭക്ഷിച്ചു എന്ന് മാത്രമേ, അവർ തൃപ്തരായി. അവർ വേണ്ടത്ര ഭക്ഷിച്ചു, അവർക്ക് വേണ്ടുവോളം കിട്ടി, അവർ സന്തുഷ്ടരായി. വലിയൊരു പ്രതിസന്ധിയെ ഈശോ നേരെ തിരിച്ചു വയ്ക്കുക, ബ്ലെസ്സിങ്ങിൻ്റെ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റിയ. 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു എന്ന് പറയാം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, നീ നിൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ, നീ നിൻ്റെ കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയെ വലിയൊരു ബ്ലെസ്സിങ് ആക്കി മാറ്റുവാനായിട്ട് അവന് സാധിക്കും. ഒന്നേ ഉള്ളൂ, നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക, നീ അവനിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. ഒരു പ്രതിസന്ധികളും ശാശ്വതമല്ല. ശാശ്വതമായിട്ടുള്ളത് ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമേ ഉള്ളൂ. ആ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നീ കൂടെ ഉള്ളപ്പോൾ ഏത് പ്രതിസന്ധിക്കും ഉത്തരമുണ്ടെന്നുള്ള ബോധ്യത്തിൽ വളരുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ നന്മകളും കൃപകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധി